വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും സ്നേഹഭവനം നിർമ്മാണ പ്രവൃത്തിയിൽ കട്ടലവെപ്പ് കർമ്മവും നടന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളെ ആദരിക്കലും നടന്നു. നൽകുന്നതിന് വേണ്ടി അടുത്തതായി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ആ സംഘടന എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. കച്ചവടക്കാരെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ സമരത്തോടു കൂടി ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളത്, ആ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ വരുന്ന 14-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് ഇന്ന് വിളിച്ചിരുന്നു. അടുത്ത 14-ാം തീയതി മന്ത്രിയുമായി ചർച്ചയാവും. നമ്മുടെ നാട്ടിലെ കച്ചവടത്തിന് ആവശ്യക്കാരൊന്നുമില്ലായിട്ടൊന്നുമില്ല, എല്ലാ ആവശ്യക്കാരും ജീവിച്ചിരിക്കുന്നുണ്ട്, പണ്ടത്തെക്കാട്ടിൽ നന്നായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓരി വെച്ച് പോവുകയാണ് കച്ചവടം. ടൗണിനെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ സംഘടന എപ്പോഴും ഉണ്ടാവാറ്. ആ ടൗണിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ സാധനം കിട്ടാൻ ടൗണിൽ തന്നെ വരണം. വണ്ടിയും കാറും ലോറിയും ഒക്കെ വിളിച്ച് ടൗണിൽ വന്ന് സാധനങ്ങളുമായി കൊണ്ടുപോയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ നല്ല നല്ല ഷോപ്പുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയ ചെറിയ റോഡാണെങ്കിലും ആ റോഡിലും രാത്രിയൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ഭയങ്കരമായ ലൈറ്റൊക്കെ ഇട്ട് നന്നായി ഫർണിഷ് ചെയ്ത് നല്ല ഷോപ്പുകളാണ്. പി അംസ സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. ജോയി വയലിൽ സ്വാഗതവും സൈനുൽ ആബിദ് വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ നാസർ ടെക്നോ, സിബി വയലിൽ, മണ്ഡലം ഭാരവാഹികളായ കൃഷ്ണകുമാർ, ജംഷീർ പുന്നക്കാടൻ, യൂത്ത് വിങ് നേതാക്കളായ നാസർ, ആരിഫ്, കെ അൻസാർ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പുതിയ യൂണിറ്റ് ഭാരവാഹികളായി നിലവിലുള്ളവരെ തന്നെ ജനറൽ ബോഡി വീണ്ടും തിരഞ്ഞെടുത്തു. നമ്മുടെ മരിച്ച നേതാവ് ഏറെക്കാലം ഈ സംഘടനയെ നയിച്ച ആളായിരുന്നു ടി നസറുദ്ദീൻ. അദ്ദേഹം മരണപ്പെട്ടു. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളായിരുന്നു ടി നസറുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്നേഹ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അത് 16 മണ്ഡലത്തിലാണ് ഉദ്ദേശിച്ചത്. മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലമാണ്. ഓരോ മണ്ഡലത്തിലും ഒരു വീട് നിർമ്മിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളതിലേക്ക് ഇറങ്ങി ഇതിലിറക്കി തിരിച്ചപ്പോൾ ഞങ്ങൾ ആ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് പല മണ്ഡലങ്ങളിലും ഒന്നിൽ കൂടുതൽ 1, 2, 3, 4, 5 വരെ വീടുകൾ ഇതിലേക്ക് ആളുകൾ തയ്യാറായി വീട് വെക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായൊരു വാർത്ത. 30ഓളം വീടുകളാണ് 16 വീട് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ ടി നസറുദ്ദീൻ്റെ പേരിൽ കേരളത്തിലെ പ്രയാസപ്പെടുന്ന വീടില്ലാത്ത വ്യാപാരികൾക്ക് കയറി ഇരിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ടാകുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അത് മുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ വീടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ആവണം. അതിലേക്കാണ് ഈ സംഘടന ഇപ്പോൾ ശ്രമിച്ച് 30ഓളം വീടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. അതിൽ ഏറെക്കുറെ വീടുകളൊക്കെ തറക്കല്ലിടലായിട്ടും കട്ടിലവെപ്പായിട്ടും ഉദ്ഘാടനമായിട്ടും ഒക്കെ കഴിഞ്ഞു. 30 ഇടയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 2-3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന 30 വീടുകളുടെയും പണി പൂർത്തീകരിക്കും. അത് രാജ്യത്തെ കച്ചവടക്കാർക്ക് വേണ്ടി സംഘടന ചെയ്യാൻ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ കരുവാരകുണ്ട് യൂണിറ്റ് ഏറ്റെടുത്ത ഈ വീട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലെ ഏതാണ്ട് 9 യൂണിറ്റുകളും വളരെ സജീവമായി ഈ വീട് നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ഏറ്റവും കൂടുതൽ അതിൽ പങ്കാളികളായിട്ടുള്ള നമ്മളെ
കരുവാരകുണ്ട് യൂണിറ്റിൻ്റെ ഭാരവാഹികളും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും, ഈ വീട് നിർമ്മാണത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് നാട്ടുകാർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. കാരണം ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു വീട് എന്നുള്ളത് ഓരോ വ്യക്തിയുടെ സ്വപ്നമാണ്. ഇന്ന് കരുവാരകുണ്ട് യൂണിറ്റ് ഏറ്റെടുത്ത് വണ്ടൂർ മണ്ഡലം നടത്തുമ്പോൾ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾക്കെല്ലാം നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും. മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച ബഹുമാനീയനായ അന്തരിച്ച നസറുദ്ദീൻ സാഹിബിൻ്റെ സ്മരണക്കായി നിർമ്മിക്കുന്ന സ്നേഹവീട് വണ്ടൂർ മണ്ഡലത്തിലെ കരുവാരകുണ്ട് യൂണിറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വീട് നമ്മൾ അർഹനായ ഒരു വ്യക്തിക്ക് നൽകുമ്പോൾ അതിന് ഈ പദ്ധതി ആവിഷ്കരിച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളെയും മണ്ഡലത്തിലെ യൂണിറ്റുകളെയും ഒക്കെ നമ്മൾ അനുമോദിക്കുകയാണ്. കരുവാരകുണ്ടിലാണെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരൊക്കെ സജീവമായി നമ്മോടൊപ്പമുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതിനെല്ലാ എല്ലാവിധ പിന്തുണയും നൽകുന്ന അവർക്ക് എല്ലാവിധ ആശംസകളും. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തനതായ രീതിയിൽ ഇടപെടലുകളും സാന്നിധ്യവും ഉണ്ടാവുകയും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മുടേതായ രീതിയിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് സുദീർഘമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിധത്തിൽ കരകയറാനുള്ള തീവ്രമായ പരിശ്രമത്തിനിടയിലും വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ വകുപ്പ് മേധാവികളിൽ നിന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുന്ന സമയങ്ങളിൽ വ്യാപാരികളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ യൂണിറ്റിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അനുസ്മരണം 2022-24 കാലയളവിൽ മരണപ്പെട്ട യൂണിറ്റിൻ്റെ സ്ഥാപന നേതാക്കളിൽ ഒരാളും 2 പതിറ്റാണ്ട് യൂണിറ്റിൻ്റെ അമരത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ റോയൽ ടോമി 12/6/2023 നമ്മളോട് വിട പറഞ്ഞു. അകാലത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ വേർപാട് സംഘടന തീരാ നഷ്ടം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇരുത്തി കഴിഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ ചെലവുകളും വരവുകളും ഒക്കെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ കൈയടിച്ച് പാസ്സാക്കി ഇങ്ങനെ നടത്തുന്ന ഏതെങ്കിലും ഒരു സംഘടനയെ നിങ്ങൾക്ക് പറയാൻ കഴിയും? നമ്മളൊക്കെ പള്ളി കമ്മിറ്റികളിൽ, അമ്പല കമ്മിറ്റികളിൽ, ക്ഷേത്ര മറ്റേ കമ്മിറ്റികളിലും ഒക്കെ ഉണ്ടാവും. ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാവും, സാമൂഹ്യ സംഘടനകളുണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാവും, മതസംഘടനകളിലൊക്കെ നമ്മളുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ ഇരുത്തിങ്ങാണ്ട് നമ്മൾക്ക് പിന്നെ കണക്കുകൾ നിങ്ങളെ കയ്യിൽ തന്ന് കണക്കുകൾ പറഞ്ഞു നിങ്ങളെ സംശയം തീർത്ത് ഇത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല എന്നാണ് എനിക്കറിയാം. അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം. എല്ലാം ഒരു കുടക്കീഴിൽ. അനാർക്കലി, സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം. നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ്. സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ, സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി, കരുവാരകുണ്ട്, കിഴക്കേതല.